ഈശോയെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയത്ത് ഈ ആരാധനയിൽ കൊടുക്കാം. നമ്മുടെ കർത്താവിന് നമ്മുടെ സ്നേഹമായ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ തിരഞ്ഞെടുത്ത് വിളിച്ചു കൂട്ടിയൊരു സമൂഹമാണ്. കർത്താവെ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുകയാണ്. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളെല്ലാം അങ്ങേക്ക് ഈ ആരാധന ഞങ്ങൾ തരിക. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എല്ലാ ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങേക്ക് ഞങ്ങളുടെ സർവ്വശക്തിയോടും ഞങ്ങളുടെ ഹൃദയത്തോടും ഞങ്ങളുടെ സ്നേഹത്തോടും കൂടെ ഞങ്ങൾ ആരാധന സമർപ്പിക്കുകയാണ്. ഈശോ, ഈ സമയം നമ്മൾ അൾത്താരയിലേക്ക് സ്വീകരിക്കുന്നു. പ്രാർത്ഥന ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മളായിരിക്കുന്ന ഈ സ്ഥലത്ത്, നമ്മുടെ ഈ സമയത്ത് ഈശോ നമ്മുടെ കൂടെ നമ്മുടെ ഭവനത്തിലേക്ക് തന്നെ ഇറങ്ങി വരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, അവരുടെ ജീവിതാവശ്യങ്ങളിലേക്ക് ഈശോ ഈ സമയം ഇറങ്ങി വരിക. നമ്മളിപ്പോൾ ഈശോയെ കാണുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ചില തിരക്കുകളിലായിരിക്കാം, ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഈശോയെ ഈ സമയത്ത് ആരാധിക്കാൻ പറ്റുന്നില്ലാത്തൊരു സമയമായിരിക്കും. എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഒരു ആത്മീയ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് സർവ്വശക്തനും നമ്മുടെ രാജാവും ദൈവവുമായ നമ്മുടെ സ്നേഹമായ ഈശോയെ ഒത്തിരി ആരാധനയോടെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 വീശിക്കൊണ്ട് ആരാധന 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 ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യത്തെ നമ്മൾ പാടി മഹത്വപ്പെടുത്തി ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. എല്ലാം മറന്ന് ഈ സമയം നമുക്ക് ഈശോയെ ആരാധിക്കണം. കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സമയം നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയെ അങ്ങനെ ആരാധിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞങ്ങൾക്ക് തുറന്നു കിട്ടുക. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ആ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുക. ഈശോ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന യോഹന്നാന് രഹസ്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. വെളിപാട് പുസ്തകത്തിൻ്റെ താളുകൾ അങ്ങ് എഴുതി കൊടുത്തത്, ഒരു വെളിപ്പാടായിട്ട് അങ്ങ് എഴുതി കൊടുത്തത് ഹൃദയത്തോട് ചേർന്നിരുന്ന യോഹന്നാനാണ്. ഞങ്ങൾ ഈ സമയം, ഈ ആരാധനയുടെ സമയത്ത് അങ്ങേ പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ അങ്ങയോട് ചേർന്നിരുന്നാണ് ഞങ്ങൾ ആരാധിക്കുക. ഈശോ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ വ്യക്തികളെയും ആത്മീയ കൂട്ടായ്മയിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ബലിപീഠത്തിലേക്ക്, ഞങ്ങളുടെ അൾത്താരയിലേക്ക്, ഈ തിരു ശരീരത്തിലേക്ക് ഞങ്ങൾ തരികയാണ്. അങ്ങ് ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണണമേ. ഞങ്ങൾക്ക് അങ്ങേ കാണാൻ പറ്റുന്നത് പോലെ അങ്ങേ കണ്ട് ആരാധിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണേ. ഈശോ പ്രത്യേകമായിട്ട് ദേവാലയത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവർ, കൂതാശകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ അകന്നു പോയവരെല്ലാം ഇപ്പോൾ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ തരികയാണ്. നമുക്ക് രണ്ട് കരങ്ങളൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈ സമയം ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് നമ്മുടെ നാവിൽ ഈശോയെ സ്തുതിക്കാൻ വേണ്ടി ഒരു അഭിഷേകം നിറയണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കൃപയാണത്. മാലാഖമാർക്ക് ലഭിച്ച ഒരു കൃപ മനുഷ്യരായി നമുക്ക് കിട്ടുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒട്ടും മടി കാണിക്കാതെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലമോ സിറ്റുവേഷനോ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്നും നോക്കാതെ, എൻ്റെ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ ആരാധിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Amen.
ശക്തിയോടെ, സർവശക്തിയോടെ ഈശോയെ ആരാധിക്കും. കരങ്ങളടിച്ച് ആമേൻ. ഈശോയെ നമ്മുടെ കുടുംബങ്ങളെല്ലാം പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും പ്രതിഷ്ഠിക്കുകയാണ്. ജീവിത ലക്ഷ്യം തിരിച്ചറിയാൻ പറ്റാതെ പോയവര്, അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോയവര്, ഞങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് അങ്ങിൽ നിന്നുള്ള സ്നേഹം അകന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ ആരാധന തരികയാണ്. അങ്ങയെ ആരാധിക്കുമ്പോൾ, അങ്ങയോട് ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ വഴികളെല്ലാം തുറക്കപ്പെടും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ മച്ച് തുറന്ന്, ആ മേൽക്കൂര തുറന്ന് രോഗിയായ ഒരു മനുഷ്യനെ താഴേക്കിറക്കിയ ആ മനുഷ്യരിലുണ്ടായ വിശ്വാസത്തെ അങ്ങ് പരിഗണിച്ചതുപോലെ ഞങ്ങൾ ഈ ആരാധനയിൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം പരിഗണിച്ച് അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. സർവശക്തനും പരിശുദ്ധനുമായ ദൈവമേ, അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ ആനന്ദത്തിലേക്ക് ഉയരട്ടെ. കരങ്ങളടിച്ച് ശക്തിയോടെ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അൽത്താരയിൽ ഈശോയെ കാണുക. കണ്ണ് തുറന്ന് കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം കണ്ട് പ്രാർത്ഥിക്കുക. ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വാതിലുകളൊക്കെ തുറന്നു കിട്ടുക. നമ്മുടെ ഹൃദയത്തെ ഈശോ തുറന്നു തരുന്നത് ഈശോയെ ആരാധിക്കുന്ന സമയത്താണ്. ആ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അവിടുത്തെ ഹിതം നമുക്കറിയാൻ പറ്റുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. നമ്മൾ പൗലോസ്ലീഹയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം പൗലോസ്ലീഹ തിരിച്ചറിയുന്നതിനെ കുറിച്ചൊക്കെ ധ്യാനിച്ചു. ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യയാണ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് പൗലോസ് വരിക, തിരിച്ചറിവിലേക്ക് വരിക. ഈശോയുടെ സമയം പ്രാർത്ഥിച്ച ഈശോയെ വഴിതെറ്റി ചിലപ്പോൾ പോകുന്നുണ്ടാകാം, ലക്ഷ്യം തിരിച്ചറിയാതെ നടക്കുന്നുണ്ടാകാം, തെറ്റായ വഴിയിലൂടെ നടന്ന് സമയം കളയുന്നുണ്ടാകാം, ഇതാണ് ശരിയെന്ന് വിചാരിച്ച് നടക്കുന്നുണ്ടാകാം. അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള ഹിതം ഒന്ന് തെളിഞ്ഞു കിട്ടാൻ, അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ ഉൾക്കാഴ്ച തെളിയാൻ, ജ്ഞാനം ലഭിക്കാൻ
അങ്ങ് തന്നെ എന്നെ നോക്കി എന്നോട് സംസാരിക്കണമേ. ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ അവരുടെ ജീവിത ലക്ഷ്യം മറന്നുപോയി, എന്തിനാണ് ഈ ജീവിതം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവരേത് അവസ്ഥയിലാണോ, നമ്മളേത് അവസ്ഥയിലാണോ, ഈ അവസ്ഥയിൽ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കും. ഈ അവസ്ഥയിൽ യേശുക്രിസ്തു ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെ സ്വന്തമാക്കിയിരിക്കും. ശിരസ്സ് നമിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്നെ നോക്കി പ്രാർത്ഥിച്ചേ. വചനത്തിൻ്റെ ഈ സൗന്ദര്യം 100 മേനിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. പൗലോസ്ലീഹ ഈശോയെ അറിഞ്ഞ് ആരാധിച്ച ഒരാളാണ്. ഈശോ ഇങ്ങനെ കണ്ട ആളാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഒരാളുടെ ഉപദേശം തേടാൻ പോയില്ല. ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ തനിക്ക് തന്നെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി ഈശോ എന്നെ വിളിച്ചു. ഈശോ വെളിപ്പെടുത്തുന്നു. എൻ്റെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. കൊരിന്തോസ്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അകാല ജാതന എന്ന പോലെ അവിടുന്ന് എനിക്കും പ്രത്യക്ഷനായി. ഈശോ ഞാൻ കണ്ടു എന്ന്. ഈശോയെ നോക്ക്. പൗലോസ്ലീഹ ഒരു യാത്ര നടത്തുമ്പോഴാണ് ഈശോയെ കണ്ടത്. നമുക്കൊന്ന് ദേവാലയത്തിലേക്ക് ഓടി വന്ന് ഒരു കുഞ്ഞ് യാത്ര നടത്തിയാൽ ഈശോയെ കാണാം. അത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്. എന്തൊരു നല്ല ജീവിതമാണ് നമ്മുടേത്. ഈശോയുടെ അടുത്ത് വന്ന് ഈശോയുടെ ഹിതം അറിയാൻ വേണ്ടി പറ്റുന്ന എന്തോരം സാഹചര്യങ്ങളാണ്. പൗലോസ്ലീഹയെ പോലെ നമുക്കും പറയാൻ പറ്റണം, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ എന്നെക്കുറിച്ച് ഞാൻ പൂർത്തിയാക്കേണ്ട ചില ദൗത്യങ്ങളെക്കുറിച്ച് ബോധ്യം തന്നിട്ടുണ്ട് ഈശോ. ആ ഈശോ എന്നെ ജീവിതം തന്നു, മുന്നോട്ട് നയിക്കുന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഗലാത്യർ 2:20 നമ്മൾ വായിച്ച് പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുള്ള ജീവിതമാണ്. ഈശോയിലേക്ക് നോക്കി അത് കൊടുക്കണം. നിന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കുക. ലക്ഷ്യമില്ലാതെ ഉടരുന്ന ഒരു യാനമല്ല, ഒരു കളിവഞ്ചി അല്ല നിന്റെ ജീവിതം. ആളുകൾ ശപിച്ച് തള്ളിയ ഒരു ജീവിതമല്ല, ആളുകൾ എഴുതി വെച്ച ഒരു കഥയല്ല നിന്റെ ജീവിതം. ഈശോ എഴുതി വെച്ച ഒരു ചരിത്രമാകേണ്ടതാണ് നിന്റെ ജീവിതം. അത് പൂർത്തിയാവണമെങ്കിൽ ഈശോയുടെ കരം പിടിക്കണം. ഒറ്റയ്ക്കായി പോയെന്നോ ആരും കൂടില്ലെന്നോ പറഞ്ഞിട്ട് കരയരുത്. നിന്നെ സ്നേഹിക്കുകയും ഒരു ഉപാധികളുമില്ലാതെ വിത്തൗട്ട് എനി കണ്ടീഷൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്ത് ഈശോയിൽ വിശ്വസിച്ചുള്ള ജീവിതമാണ്. ആ ഈശോയാണ് നിന്നെ നയിക്കുന്നത്. ആ ഈശോയെ നീ ആരാധിക്കണം. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നോക്ക്. ഈശോയെ എത്ര കാലം ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നോ നാളെയോ 10 വർഷങ്ങൾക്കപ്പുറമോ എൻ്റെ ജീവിതം എവിടെ എത്തും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ലെന്നൊക്കെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. ഈ ജീവിതം ഒരു ശൂന്യതയാണ്, ഇത് മുഴുവൻ ഇരുട്ട് നിറഞ്ഞതാണ്, ഒരു ലക്ഷ്യം കാണുന്നില്ല, സന്തോഷം തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൗലോസിനോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ അങ്ങയുടെ മുമ്പിൽ തിരിച്ചറിയാം. അപ്പോസ്തല പ്രവർത്തനം 20:24 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച എൻ്റെ ദൗത്യം, എനിക്ക് ഏൽപ്പിച്ച എൻ്റെ ദൗത്യം പൂർത്തിയാക്കണം. അവസാനം വരെ, ജീവൻ്റെ കിരീടം നേടുന്നത് വരെ, നിത്യ സൗഭാഗ്യത്തിൽ അവനോടൊത്തായിരിക്കുന്നത് വരെ ഈ യാത്ര ഞാൻ മുന്നോട്ട് നീങ്ങിയേ മതിയാവും. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നിരാശയുടെ സമയമല്ല ജീവിതം. ജനനം നൽകി ഈശോയിൽ നിന്ന് സ്വർഗം കാത്തിരിക്കുന്ന, സ്വർഗം തുറന്നിട്ട് കാത്തിരിക്കുന്ന ഈശോയിലേക്കുള്ള യാത്രയാണ് എൻ്റെ ജീവിതം. ആരും വേണ്ടാത്തതോ ശപിക്കപ്പെട്ടതോ തള്ളിക്കളഞ്ഞതുമായ ജീവിതമല്ല, ഈശോ സ്വന്തമാക്കിയൊരു ജീവിതമാണ് എൻ്റെത്. മറ്റൊന്നിൻ്റെ മുമ്പിലും ഞാൻ മുട്ടുമടക്കില്ല, മറ്റൊന്നിൻ്റെ മുമ്പിലും ഞാൻ ശിരസ് നമിക്കില്ല, മറ്റാരുടെ മുമ്പിലേക്ക് ഞാൻ കൈനീട്ടില്ല. എനിക്ക് നേരെ കൈനീട്ടിയ, എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്ന, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ മുമ്പിൽ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. ശിരസ് നമിച്ച് നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ കൂപ്പി പിടിക്കാം. ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന സമയമാണ്. അവിടുത്തെ ആരാധനയിൽ അവിടുത്തെ കണ്ട് നമ്മൾ അവിടുത്തെ ആരാധിച്ചു, അവിടുത്തെ സാന്നിധ്യത്തെ നമ്മൾ ആരാധിച്ചു. പൗലോസ്ലീഹായ്ക്കൊക്കെ കിട്ടിയേക്കാട്ടും വലിയൊരു സൗഭാഗ്യം നമുക്ക് കിട്ടിയില്ലേ? ഇന്ന് പൗലോസ്ലീഹ സ്വർഗത്തിലിരുന്ന് ഈശോയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ഈ പൗലോസ്ലീഹ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധനയിലായിരിക്കും നമുക്ക് വേണ്ടി. ഈശോയെ എപ്പോഴും അങ്ങേ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ, പിന്നിലുള്ളതിനെല്ലാം വിസ്മരിച്ചിട്ട് മുന്നിലുള്ള അങ്ങയെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്തത് എന്തും നഷ്ടമായി കരുതി അങ്ങയെ കാണാനും അങ്ങയെ ലഭിക്കാനും അങ്ങയോടുകൂടെ ഒന്നായിത്തീരാനും വേണ്ടി ആ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ കുടുംബവും മുന്നോട്ട് നീങ്ങട്ടെ. പരിശുദ്ധ ശരീരത്താൽ, വിലയേറിയ തിരു രക്തത്താൽ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് കൂദാശകളിലൂടെ എന്നെ സൗഖ്യപ്പെടുത്തി
സ്നേഹത്തിൽ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ കൃപകളുടെയും ദാനങ്ങളുടെയും ദാതാവായ പരമപരിശുദ്ധനായ ദൈവമേ, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഈ ആശീർവാദം ഞാൻ ഈ സമയം സ്വീകരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദ്യുവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.